ഋഗ്വേദം അങ്ങനെ സൃഷ്ടിച്ച സമയത്ത് പിന്നെ അതിൻ്റെ കൈവഴികളായിട്ട് ഒരുപാട് മതഗ്രന്ഥങ്ങളൊക്കെ രൂപപ്പെട്ട് അങ്ങനെ വരികയും ചെയ്തു. അപ്പോൾ ഈ സമയത്ത് ജാതി അതിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ അവർ പറഞ്ഞിരുന്നത്, ഈ ഋഗ്വേദത്തിലും അതിൻ്റെ ഒക്കെ സൃഷ്ടകർത്താക്കൾ പറഞ്ഞിരുന്നത് പൂജ ചെയ്യുന്നവൻ ബ്രാഹ്മണൻ, രാജ്യം കാക്കുന്നവൻ ക്ഷത്രിയൻ, അതുപോലെ തന്നെ താഴേക്കുള്ള നായർ, പോലേര്, പറയർ, അങ്ങനെയല്ല ഓരോരുത്തരും അവർ ചെയ്യുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ പേരാണ്. അതായത് പൂജ ചെയ്യുന്നവൻ ബ്രാഹ്മണൻ, ഇപ്പോൾ ക്ഷത്രിയൻ പോയിട്ട് പൂജ ചെയ്താലോ അയാളും ബ്രാഹ്മണനായി. അതുപോലെ തന്നെ വൈശ്യനോ ശൂദ്രനോ അല്ലെങ്കിൽ പുലയനോ പറയനോ നായരോ ആര് പൂജ ചെയ്യുന്നോ ആ പൂജ ചെയ്യുന്നവൻ ബ്രാഹ്മണൻ. അതുപോലെ തന്നെ രാജ്യം കാക്കുന്നത്, അതിപ്പോൾ പുലയനായാലും പറയനായാലും ബ്രാഹ്മണനായാലും ആരായിരുന്നാലും രാജ്യം കാക്കുന്നവൻ ക്ഷത്രിയൻ. അങ്ങനെയായിരുന്നു അന്നത്തെ സൃഷ്ടി ഉണ്ടായിരുന്നത്. അല്ലാതെ ഇന്ന ആൾക്ക് ഇന്ന പണി ചെയ്യണം എന്നുള്ളതല്ല. ചെയ്യുന്ന പണിക്ക് ആ ഒരു പണി ചെയ്യുന്ന ആളിന് ഇങ്ങനത്തെ ഒരു പേര് കൊടുക്കുക, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്.